പാലക്കാട് കടമ്പഴിപ്പുറത്ത് 15 വയസ്സുകാരി ശ്രീനന്ദയുടെ മരണവുമായി ബന്ധപ്പെട്ട സംഭവം ഇപ്പോൾ പ്രദേശത്തുടനീളം വേദനയും ആശങ്കയും ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ കണ്ടെത്തിയ മൃതദേഹം ഇന്ന് വീട്ടിലെത്തിച്ചതോടെ ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും കണ്ണീരിലാണ് കടമ്പഴിപ്പുറം. ശ്രീനന്ദയെ കാണാതായത് കഴിഞ്ഞ ദിവസങ്ങളിലാണ്. വിനോദയാത്രയ്ക്കിടെ കാണാതായി ആദ്യം റിപ്പോർട്ടുകൾ വന്നിരുന്നു. തുടർന്ന് നാട്ടുകാരും പോലീസും ചേർന്ന് നടത്തിയ വ്യാപകമായ തിരച്ചിലിനൊടുവിൽ ഇന്നലെയാണ് മൃതദേഹം കണ്ടെത്തിയത്. മൃതദേഹം കണ്ടെത്തിയ സ്ഥലവും സാഹചര്യവും തുടക്കത്തിൽ തന്നെ ദുരൂഹത ഉയർത്തിയിരുന്നു. ഇന്ന് രാവിലെ തന്നെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷം വീട്ടിലേക്ക് കൊണ്ടുവന്നു. മൃതദേഹം വീട്ടിലെത്തിച്ചതോടെ ദുഃഖഭരിതമായ അന്തരീക്ഷമാണ് പ്രദേശത്ത്. ബന്ധുക്കളും സുഹൃത്തുക്കളും നാട്ടുകാരും ചേർന്ന് അന്തിമ ദർശനത്തിനായി എത്തുകയാണ്. നിരവധി പേർ കണ്ണീരോടെയാണ് ശ്രീനന്ദയ്ക്ക് അവസാന യാത്രയയപ്പ് നൽകുന്നത്. ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. നാട്ടുകാർ വലിയ രീതിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. സ്കൂൾ കൂട്ടുകാരും അധ്യാപകരും ഉൾപ്പെടെ നിരവധി പേർ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഒരു കുഞ്ഞിന്റെ അപ്രതീക്ഷിതമായ മരണം സമൂഹത്തെ ആകെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഇതിനിടെ മരണത്തിന്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് കണ്ടെത്താൻ പോലീസ് അന്വേഷണം ശക്തമാക്കിയിട്ടുണ്ട്. അസ്വാഭാവിക മരണമായതിനാൽ വിവിധ കോണുകളിൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് അധികൃതർ അറിയിച്ചു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിക്കുന്നതോടെ കൂടുതൽ വ്യക്തത വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ശ്രീനന്ദയുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് എന്തെങ്കിലും അപകടമോ മറ്റെന്തെങ്കിലും കാരണമോ ആണോ എന്ന് കണ്ടെത്താൻ പോലീസ് വിശദമായ അന്വേഷണം നടത്തുകയാണ്. പ്രദേശവാസികളിൽ പലർക്കും ഇതുവരെ വ്യക്തമായ മറുപടി ലഭിക്കാത്തതിനെ തുടർന്ന് ആശങ്ക തുടരുകയാണ്. ഇതിനിടെ സമൂഹ മാധ്യമങ്ങളിലും വലിയ പ്രതികരണമായാണ് ഉയരുന്നത്. സംഭവത്തിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണമെന്നും ഉത്തരവാദികളെ കണ്ടെത്തണമെന്നും ആവശ്യപ്പെട്ട് നിരവധി പേർ രംഗത്തെത്തിയിട്ടുണ്ട്. ഒരു ചെറുപ്പക്കാരിയുടെ ജീവൻ നഷ്ടപ്പെട്ട ഈ സംഭവം പാലക്കാട് ജില്ലയെയും മുഴുവൻ കേരളത്തെയും ദുഃഖത്തിൽ ആഴ്ത്തിയിരിക്കുകയാണ്. ഇനി അന്വേഷണ ഫലമാണ് എല്ലാവരും കാത്തിരിക്കുന്നത്.